ഡൽഹിയിലെ മൂടൽമഞ്ഞിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമുക്കൊപ്പം ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഈ വ്യോമയാന സർവീസുകളൊക്കെ റദ്ദ് ചെയ്തു എന്ന് പറയുന്നു, അതോ മാറ്റിവെച്ചു, അല്ലെങ്കിൽ സമയം മാറ്റി എന്നൊക്കെ പറയുന്നു. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശീതതരംഗം അതിശക്തമായി തന്നെ തുടരുകയാണ്. പ്രധാനമായും വിമാനത്താവളങ്ങളെയാണ് ഈ ശീതതരംഗം ബാധിച്ചിരിക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിലെ നിരവധി സർവീസുകൾ ഇപ്പോൾ വൈകിയാണ് സർവീസ് നടത്തുന്നത് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഇന്ന് ഇതുവരെയും വിമാനങ്ങൾ റദ്ദാക്കിയതായി അറിയിപ്പില്ല. എന്നാൽ ഈ വിമാന കമ്പനികളുമായി യാത്രക്കാർ ബന്ധപ്പെടണം എന്ന മുന്നറിയിപ്പ് വിമാനത്താവള അധികൃതർ നൽകിയിട്ടുണ്ട്. അതേസമയം വ്യോമയാന ഗതാഗതത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് രാജസ്ഥാനിലാണ്. ഇന്നലെ വൈകിട്ട് പെയ്ത മഴയെ തുടർന്ന് മൂടൽമഞ്ഞ് കനത്തിട്ടുണ്ട്. 6 ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് രാജസ്ഥാനിൽ. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിലും ദൃശ്യപരിധി 300 മീറ്ററിൽ താഴെയാണ് എന്നതുകൊണ്ട് തന്നെ നിരവധി വിമാന സർവീസുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. ഒപ്പം തന്നെ ചില സർവീസുകൾ റദ്ദാക്കിയതായുള്ള വിവരമുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പസമയത്തിനകം വരും. ഇന്നും വൈകിട്ടോടെ വീണ്ടും മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇത് ശീതതരംഗം ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യാത്രക്കാർ വളരെ ശ്രദ്ധിക്കണം, മാത്രമല്ല എയർപോർട്ടുമായി ബന്ധപ്പെടണം ഡൽഹിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എയർപോർട്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. മൂടൽമഞ്ഞ് അത്ര കൂടുതൽ മൂടിക്കഴിഞ്ഞു ഡൽഹിയെ.